ഹലോ ഓൾ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈക്ക് അടുത്ത് നിൽക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് മാർക്കറ്റ് ഈസ് എന്താ പറയുക, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചധികം സെല്ലിംഗ് പ്രഷർ നേടുന്നുണ്ട്. ഇന്നലെയും ഇന്നാന്നുമായിട്ടെല്ലാം ഗ്ലോബൽ മാർക്കറ്റുകളിൽ നടന്ന ചെറിയ ഇവൻറ്റ്സ് ആയിരിക്കാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അത് ബാധിച്ചിട്ടുണ്ട്. സോ നിഫ്റ്റിയിൽ തന്നെ ഇപ്പോൾ ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന മേഖലകളിൽ ഒന്ന് 26,000 എന്നുള്ള റേഞ്ചിൻ്റെ അടുത്ത് വെച്ചാണ് മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ഇനിയുള്ള ദിവസവും മേ ബി ഇന്ന് തന്നെയും ആ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത മാർക്കറ്റിലുണ്ട്. കാരണം US മാർക്കറ്റ്സ് എല്ലാം പോസിബിളി ഡൗൺ സൈഡ് കാണിക്കുന്നത് കൊണ്ട് തന്നെ മേ ബി ആ സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്കൊന്ന് ഗ്ലോബൽ മാർക്കറ്റ് ജസ്റ്റ് നോക്കി വരാം. ഏതൊക്കെ മാർക്കറ്റുകളാണ് നമ്മളെ മാർക്കറ്റിനെ ലാഗ് ചെയ്യിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഡോ ജോൺസ് ആൻഡ് S&P 500 നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ അറിയാം നെഗറ്റീവ് ആണ്. 265 പോയിന്റ്സ് ഡൗൺ ആണ്. ആൻഡ് S&P 500 55 പോയിന്റ്സ് ഡൗൺ ആണ്. ഡോ ജോൺസ് ഫ്യൂച്ചർ ജസ്റ്റ് 70 പോയിന്റ്സ് അപ്പ് ആണെങ്കിലും മാർക്കറ്റ് എപ്പോഴും ഡൗൺ സൈഡ് പോകുന്ന ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. US മാർക്കറ്റ്സ്, യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ഡീപ്പ് റെഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മുടെ മാർക്കറ്റ് ഫോളോ ചെയ്യുന്നത്. ജസ്റ്റ് ആ സ്ട്രെങ്ത് ഇപ്പോൾ മാർക്കറ്റ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ലോകത്തിലെ പല മാർക്കറ്റുകളും. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി അപ്പാണ്. ഒരു 29 പോയിന്റ്സ് അപ്സൈഡ് കാണിക്കുന്നുണ്ട്. ആൻഡ് ജാപ്പനീസ് മാർക്കറ്റ്സ് അപ്സൈഡ് കാണിക്കുന്നുണ്ട്. ബാക്കി തായ്വാൻ ആൻഡ് ഹാങ്സങ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ജസ്റ്റ് നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ മാർക്കറ്റിലും റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇന്നലെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഒക്കെ ജസ്റ്റ് നല്ല രീതിയിലൊരു ഡൗൺ സൈഡ് മൊമെൻറ്റം കാണിച്ചിരുന്നു. സോ ഈ ഒരു സപ്ലൈ സോൺ കടക്കുന്നവരെ മാർക്കറ്റിന് ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവാൻ പോസിബിലിറ്റി ഇല്ല. ആൻഡ് നമുക്കൊരു പോസിബിലിറ്റി ഇനി ഒരു ഡിമാൻഡ് ഏരിയ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഇതാ. നമുക്ക് ഈ ഒരു സോണിൽ ഡിമാൻഡ് ഏരിയ മേ ബി ഉണ്ടാവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. 25,784 എന്നുള്ള റേഞ്ചിൽ ഡിമാൻഡ് ഏരിയ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതിനുശേഷം നമുക്ക് ഒരു 25,657 ഈ ഒരു സോൺസിൽ മാർക്കറ്റ് ഒന്ന് ആളുകളെ ട്രാപ്പ് ചെയ്ത ശേഷം അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ഏരിയ മൊത്തമായിട്ടൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് കണക്കാക്കാം. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ റിവേഴ്സൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കുറച്ചൊക്കെ. പക്ഷേ ഈ ഒരു ഏരിയ കടന്നു കഴിഞ്ഞാൽ 25,650 എന്നുള്ള ഏരിയ ഡൗൺ സൈഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലിക്വിഡിറ്റി എടുക്കാനായിട്ടായിരിക്കും മാർക്കറ്റ് വരുന്നത്. ഈ ഒരു സിംഗിൾ ലോയിലേക്കുള്ള ഒരു പോസിബിലിറ്റി നമുക്ക് മാർക്കറ്റുകൾ എന്തായാലും ഉണ്ടാവും. സോ എന്തായാലും ക്രൂഷ്യൽ ടൈമാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു സപ്ലൈയിലേക്ക് ടെസ്റ്റ് ചെയ്തിട്ടുമില്ല മാർക്കറ്റ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഈ ഒരു സപ്ലൈയിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടില്ല. സോ മേ ബി ഈ ഒരു സപ്ലൈ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത ശേഷം താഴെ വരാനും പോസിബിലിറ്റി ഉണ്ട്. സോ ഒരു അപ്സൈഡ് വ്യൂ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ അപ്സൈഡ് വ്യൂ ആണ് നിങ്ങൾ കണക്കാക്കുന്നതെങ്കിൽ ഈ ഒരു ഏരിയയ്ക്ക് അപ്പുറം മാത്രമേ അപ്സൈഡ് വ്യൂ കണക്കാക്കുക. 26,000 മുകളിൽ സ്ട്രോങ് ക്ലോസിംഗ് കിട്ടിയ ശേഷം മാത്രം ഒരു അപ്സൈഡ് വ്യൂ പൂർണ്ണമായിട്ടും കണക്കാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും കൂടെ ഈ ഒരു ചാർട്ട് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അറിയാം, നിങ്ങൾ ഓൾ ടൈം ഹൈക്ക് താഴെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. സോ ഓൾ ടൈം ഹൈ വരെ പോയ ശേഷമാണ് മാർക്കറ്റ് ഈ ഡൗൺ സൈഡ് തന്നേക്കുന്നത്. ആൻഡ് ഈ ഒരു സെല്ലിംഗ് പ്രഷർ, ഈ ഒരു മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന സെല്ലിംഗ് പ്രഷർ ഹോൾഡ് ചെയ്യുമോ ഇല്ലയെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്താൽ ബെറ്റർ. 58,520 to 600 റേഞ്ചിൽ മേ ബി ഒരു മാർക്കറ്റിനൊരു ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സോണാണ്. ആ ഒരു ഏരിയ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് മാർക്കറ്റ് എത്തും. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു ബൈയിങ് പ്രഷർ ഉണ്ടായ ഈ സോണിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു ടോട്ടൽ ഏരിയ മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത് കാണിക്കാൻ പറ്റിയ ഒരു സോണാണ്. സോ മാർക്കറ്റ് മേ ബി ഈ ഒരു സോണിലേക്ക്, ഈ ഒരു ചെറിയൊരു ഓർഡർ ബ്ലോക്കിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ അഗ്രസീവ്ലി സ്റ്റോപ്പ് ലോസ് അണ്ടിങ് പോലെയൊക്കെ കണ്ട സ്ഥലമാണ് നിഫ്റ്റി 50യിൽ നോക്കുകയാണെങ്കിൽ. നിഫ്റ്റി ബാങ്കിൻ്റെ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സോൺ 58,140 എന്നുള്ള റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്തിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല ആയിട്ടില്ല. സോ മാർക്കറ്റ് ഈ ഒരു സോൺ അത്രയും ബൈയിങ് പ്രഷർ തന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ബെറ്റർ ആയിരിക്കും. ഈ ഒരു ഏരിയ ടെസ്റ്റ് ചെയ്താൽ ബട്ട് അത്രയും ഒരു വലിയ ഒരു ലാഗിങ് ഉണ്ടാവുമോ എന്നുള്ള കാര്യവും സംശയമാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഒരുപാട് വാർത്തകളൊന്നും നിലവിലില്ല. റിസൾട്ടുകളെല്ലാം ഏകദേശം കഴിഞ്ഞതോടുകൂടി ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം ന്യൂസസ് എല്ലാം കുറവാണ്. സോ എന്നാലും നമുക്ക് ശ്രദ്ധിക്കാം. ഇൻഫോസിസ് ഒരു ബൈബാക്ക് പറയുന്നുണ്ട്. 10 crore ഇക്വിറ്റി ഷെയർസിൻ്റെ ബൈബാക്ക് പറയുന്നുണ്ട്. 1,800 പെർ ഷെയർ ആണ് പറയുന്നത് അല്ലേ. അപ്പം ബൈബാക്കിൻ്റെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓഫർ നവംബർ 26 വരെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, പിന്നെ TCSൻ്റെ ന്യൂസ് അറിയാമല്ലോ. നാഷണൽ ഹെൽത്ത് സർവീസ് അതിൻ്റെ സപ്ലൈ ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്കോർ ബിസിനസ് സിസ്റ്റം ആൻഡ് ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെയിൻ്റനൻസിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കോൺട്രാക്റ്റ് TCS ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ TCS പറഞ്ഞിരിക്കുന്നത് അവർ ഒരു റേഞ്ച് ഓഫ് ക്ലൗഡ് ആൻഡ് AI എനേബിൾഡ് സൊല്യൂഷൻസ് മീൻസ് ഡിപ്ലോയ് ചെയ്യും. എന്തിനാണ്? നാഷണൽ ഹെൽത്ത് സർവീസിൻ്റെ സപ്ലൈ ചെയിൻ ഒന്ന് മോഡേണൈസ് ചെയ്യാനായിട്ട്. ഓക്കെ,
പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ന്യൂസ് എന്ന് പറഞ്ഞാൽ അവരൊരു December 5 റെക്കോർഡ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സോ എലിജിബിൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ക്വാളിറ്റി വോൾസിൻ്റെ ഷെയർ ലഭ്യമാകും. കാര്യം അത് ഡീമേജർ സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ഐസ്ക്രീം ബിസിനസ്സിൻ്റെ. സോ 1:1 റേഞ്ചിലായിരിക്കും HULൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടാൻ പോകുന്നത് ക്വാളിറ്റി വോളിൻ്റെ ഷെയർ. സോ അതും ഒരു ഫോക്കസിലുണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് GR ഇൻഫ്രാ പ്രൊജക്ട്സിൻ്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ November 15 ഒരു അപ്പോയിൻറ്റഡ് ഡേറ്റ് ആണ്. 268 കോടിയുടെ വെസ്റ്റേൺ റെയിൽവേയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ എന്തിനാണുള്ള പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഗേജ് കൺവേർഷനാണ്. 38.9 കിലോമീറ്റർ ട്രാക്കിൻ്റെ ഗേജ് കൺവേർഷനാണ്. അത് ആ ഒരു ഇൻവോൾവ്മെൻറ്റ് വർക്കാണ് GR ഇൻഫ്രാ പ്രൊജക്ട്സിന് വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ കമ്പനി ആസാദ് എഞ്ചിനീയറിംഗ് ന്യൂസ് കൊണ്ട് ബാക്ക് ടു ബാക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. മറ്റേ ഇപ്പം ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ ടേം അഗ്രിമെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത് വിത്ത് പർച്ചേസ് അഗ്രിമെന്റ് വിത്ത് പ്രാറ്റ് ആൻഡ് വൈറ്റി കാനഡ കോഫ് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് എയർക്രാഫ്റ്റ് എഞ്ചിൻ കോമ്പോണൻസ്. ഓക്കെ. പിന്നെ ഗോയൽ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഒരു പുതിയൊരു സർവീസ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. 173 കോടിയുടെ സർവീസ് ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. ആദിത്യ ബിർള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ NSTLൻ്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ സെബി ആയിട്ടൊരു വാർണിംഗ് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് ന്യൂസാണ് NSTLനെ സംബന്ധിച്ച്. സോ അത് വലിയതായിട്ട് ബാധിക്കുമോ എന്നറിയത്തില്ല. ലൈറ്റ്ലി ഉള്ള ചെറിയ ഫ്ലക്ച്വേഷൻസിന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ല NSTL ഫണ്ടമെൻ്റലി ഇത്തിരി അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ മേ ബി ഇത് ജസ്റ്റൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്ന ന്യൂസുകളാണ്. ഓക്കെ. പിന്നെ എസ്കോർട്സ് കുബാട്ട എന്ന് പറഞ്ഞാൽ അവർ ഒരു 3rd ജനറേഷൻ റൈഡ് ഓൺ റൈസ് ട്രാൻസ്പ്ലാന്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്, പഞ്ചാബ്, ഒഡീഷ, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കേരള, തെലങ്കാന സ്ഥലങ്ങളിലാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. സോ ഇന്ന് ന്യൂസസ് അത്യാവശ്യം കുറവാണ്. ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ അഗ്രസീവ് ട്രേഡിങ്ങിനൊക്കെ ഒഴിവാക്കേണ്ട ടൈമാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ കൂടുതൽ കാര്യം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.